പൂവിട്ടിങ്ങനെ വെണ്ട കായ്ക്കാൻ തുടങ്ങിയിരുന്നു. ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേന്ന് അറിയണം. അവന്മാർ നിറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പോവും. നമ്മളെ തൊടിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ നേരെ ഈ ഇടവഴിക്കാണ് ചാടുക. അതായത് നമ്മൾ തോട്ടിലോട്ട് പോകണ ഇടവഴി ഉണ്ടല്ലോ, അവിടെയാണ് ചാടുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് പെട്ടെന്നൊന്നും പറ്റില്ല കേട്ടോ. ഇതൊരു 3-4 ദിവസമൊക്കെ അങ്ങനെ നിൽക്കും, കുറവാണ്. അതേ നമ്മുടെ ചിതൽപ്പുറ്റികളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ അതൊക്കെ ഇപ്പോൾ ഏകദേശം നശിച്ചു പോയിട്ടുണ്ടാവും. കാരണം അതിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്, ഉറവ് വരുന്നതൊക്കെ കണ്ടോ. അതൊക്കെ എന്തായിന്ന് നോക്കി നോക്കാം നമുക്ക്. ചിതലുകൾ ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേന്ന് അറിയണം. കേട്ടോ ഒക്കെ നശിച്ചു പോയിക്കണം. വെള്ളം കയറി ഫുള്ള് അടിയിൽ നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല, വെള്ളമുണ്ട്. അങ്ങനൊരു നഷ്ടം ഉണ്ടായി ഉണ്ടോ. ഒക്കെ ചിതൽപ്പുറ്റായിരുന്നു. ഇതിലുള്ള നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്. ഇത് മിക്കവാറും മീൻ കയറാൻ സാധ്യതയുണ്ട്. കാരണം ഈ വെള്ളം നേരെ തോട്ടിക്കാണ് പോകുന്നത്. തോട്ടിൽ നിന്ന് മീൻ കയറി വരും. ചെറിയ മീനുകളാവും, വലുതുണ്ടാവില്ല. ചെറിയ പരലുകളും അതുപോലെ മെഴുപ്പരലൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴൊക്കെ കയറാൻ തുടങ്ങും. മീനെങ്ങാനും കയറി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് എപ്പോഴേലൊക്കെ ഇടാം. വരാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും വെള്ളം ഉണ്ടല്ലോ. കാരണം സേഫായ സ്ഥലമാണല്ലോ, അവർക്ക് ബ്രീഡിങ്ങിന് പറ്റിയ ഏരിയയാണ്. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കൂവക്കൃഷിയൊക്കെ ചെയ്താറിന്. പക്ഷേ അടിയിലൊക്കെ വെള്ളം തളം കെട്ടി കിടക്കുകയാണ്. അങ്ങനെ ഒരു 3 ദിവസമൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. കൂവക്കിഴങ്ങൊക്കെ ചീഞ്ഞ് പോകും. കണ്ടോ, നല്ല ചില്ല് പോലെയുള്ള വെള്ളം കേട്ടോ. നമുക്കിത് എവിടുന്ന ഉത്ഭവിക്കണമെന്നുള്ളത് ഇപ്പോൾ കാണാം. അതിനൊക്കെ കൂവകൃഷി ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത്. അത് കൂടെ അങ്ങനെ പോവാം. മഞ്ഞൾ ഏതാണ്ട് വെള്ളത്തിലായിക്കണം കണ്ടോ. മാങ്ങഞ്ചിയുടെ ഏരിയ ഏതാണ്ട് വെള്ളത്തിലാണ് കണ്ടോ. തെങ്ങിൻ്റെ തടം കേട്ടോ. തെങ്ങിൻ തടത്തിലൊക്കെ നല്ല വെള്ളം കയറിക്കണം. വെള്ളം സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ഒഴുകി പോകും. അവിടെയൊക്കെ ഓരോ തേങ്ങ കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ഒരു 5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് വെള്ളം കയറുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊന്നും കയറിയാൽ ഓർമ്മയില്ല. നമ്മുടെ മാങ്ങഞ്ചിയൊക്കെ ഏറെക്കുറെ തീരുമാനമായിക്കണം വെള്ളം കയറിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ വെണ്ട കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏകദേശം വെള്ളത്തിലായിക്കണം കണ്ടോ. പൂവിട്ടിങ്ങനെ വെണ്ട കായ്ക്കാൻ തുടങ്ങിയിരുന്നു. വെള്ളത്തിൻ്റെ ഏരി മൊത്തം വെള്ളത്തിലാണ്. ഇങ്ങനെ ഒരു 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ മൂട് ചെയ്യും, അങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ഇത് പറിച്ച് മാറ്റാനുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ താമരച്ചേമ്പ് പെട്ടതും അതും വെള്ളത്തിലാണ്. ഏരി ഏറെക്കുറെ വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ ഉത്ഭവം ഇതാട്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതായത് തൊട്ടപ്പുറത്തുള്ള തൊടിയിൽ നിന്ന് വരികയാണ് വെള്ളം. ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ് ഈ തൊടി. ഇതാണ് ഇവിടെ അതിര് വരുന്നത്. ഇവിടെ നമ്മുടെ പടുതാക്കുളം ഉണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം അരക്കായിക്കണം. ഇത് ഫുള്ള് ലീക്കായതാണ്, ഒഴിവാക്കിയതാണ്. ഇതിൽ അടിയിൽ കുറച്ച് വെള്ളം നിൽക്കും. അതിൽ കൊതു പെരുകണയിൽ കുറച്ച് ഗപ്പീനിട്ടിട്ടുണ്ട്, കൊതു പെരുകാതിരിക്കാൻ വേണ്ടി. അവന്മാർ നിറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പോവും. നമ്മുടെ തൊടിയുടെ ഏറ്റവും മുകളിലുള്ള ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം വെള്ളക്കെട്ടുണ്ട്. ഇത് പിന്നെ പെട്ടെന്ന് പറ്റും. ഇത് മഴ പെയ്ത വെള്ളമാണ്, ഉറവൊന്നുമില്ല. ഈ കിടക്കണ കേട്ടോ നമ്മുടെ ചെയ്ത്താങ്കൂണ്. ഇവിടെ ചെയ്ത്താങ്കൂണ് എന്നാണ് പറയുക. അതിന് വേറെ പേരുണ്ടാവും. പെട്രോൾ മാക്സിൻ്റെ മാനുവൽ പോലൊരു വല ഉണ്ടാവും തന്നെ, പക്ഷെ അതൊക്കെ പോയിക്കോളൂ. ഇത് മയിലുകൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഇതിൻ്റെ ഉള്ളിലൊരു പ്രാണികളുണ്ടാവും, അതിനെ കഴിക്കാൻ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നുണ്ട്. വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ കെട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്, സ്മെല്ലാണ്.